ആരോഗ്യമേഖലയുടെ വികസനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭംഗിയുള്ള കെട്ടിടങ്ങൾ ആണോ ആരോഗ്യമേഖലയുടെ വികസനം? നൂതന ഉപകരണങ്ങൾ വാങ്ങുന്നതാണോ ആരോഗ്യമേഖലയുടെ വികസനം? അതോ എല്ലാം ശരിയാക്കും, എല്ലാത്തിനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന ആരോഗ്യമന്ത്രിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രസ്താവനയാണോ ആരോഗ്യമേഖലയുടെ വികസനം? അതോ ഇനി കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മുടെ സർക്കാർ ആശുപത്രികൾക്ക് കിട്ടുന്നുണ്ട് എന്ന പരസ്യങ്ങളാണോ, PRDയുടെ പരസ്യങ്ങളാണോ നിങ്ങൾക്ക് വികസനം? ഇതൊക്കെ വികസനത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. വികസനത്തിന്റെ ഭാഗമായി വയ്ക്കാവുന്ന ചില പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. മികച്ച കെട്ടിടങ്ങൾ, മികച്ച സൗകര്യങ്ങൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സർട്ടിഫിക്കറ്റുകൾ, അംഗീകാരങ്ങൾ, പിന്നെ എല്ലാം കരുതുന്നുണ്ട് എന്ന പ്രഖ്യാപനം, മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതൊക്കെ വികസനത്തിന്റെ സൂചികകളായി നമുക്ക് കാണാം. 1, 2, 3 എന്നിട്ട് പറയാം. പക്ഷേ നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയുടെ അടിസ്ഥാന ഘടകം എന്തായിരിക്കണം? രോഗികൾക്ക് കൃത്യമായ കെയർ ലഭിക്കണം, പരിരക്ഷ ലഭിക്കണം. ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യമല്ല, അല്ലാത്ത പരിരക്ഷ ലഭിക്കണം. രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കണം. പിഴവില്ലാത്ത ചികിത്സ ലഭിക്കണം. ഇതല്ലേ ആരോഗ്യ മേഖലയുടെ വികസനം? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ ആരോഗ്യ മേഖലയുടെ കഥയെടുത്താൽ മനോരമ മാത്രമല്ല എഴുതിയിട്ടുള്ളത്, ഒരുപാട് ആളുകൾ നിരന്തരം പരാതി പറയുന്നതാണ്. ഡോക്ടർ ഹരീഷ്, അവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ഈ സിസ്റ്റം എററിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഇതിനകത്ത് എന്താണ് ഇന്ന് മനോരമ മുൻപേജിൽ എഴുതിയിരിക്കുന്നത്? 5 വർഷമായി ഒരു യുവതി സ്വന്തം വയറ്റിൽ കത്രികയും കൊണ്ട് നടക്കുകയാണ്. എന്താണ്? ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ 10 സെന്റിമീറ്റർ നീളമുള്ള ഓപ്പറേഷൻ സർജിക്കൽ കത്രിക, സിസേഴ്സ് വയറ്റിനുള്ളിൽ സൗജന്യമായി നിക്ഷേപിച്ചു കൊടുത്ത് തുന്നിക്കെട്ടി വിടുകയാണ്. പ്രസവം കഴിഞ്ഞിട്ട് യുവതിക്ക് വയറുവേദന മാറുന്നില്ല. ഗർഭപാത്രം റിമൂവ് ചെയ്യാൻ പോയതാണ്, വയറുവേദന മാറുന്നില്ല. പല ഡോക്ടർമാരെ കാണിച്ചു, മാറുന്നില്ല. വേറൊരു ചെറുപ്പക്കാരൻ ഒരു ഫൈബർ ഗ്ലാസ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. 5 സെന്റിമീറ്റർ നീളമുണ്ട്, അതും കണ്ടെത്തിയിട്ടില്ല, കുത്തിക്കെട്ടി വിട്ടു. വേറൊരു ചെറുപ്പക്കാരന്റെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു, കൈ വളഞ്ഞുപോയി. വേറൊരു യുവതി 5 വർഷമായി സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. പ്രസവാനന്തരം അവരുടെ വയറ്റിൽ കത്രിക ഉണ്ട്. അത് കത്രിക സർക്കാരിൻ്റെത് തന്നെയാണ്, സർക്കാർ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ പിഴവ് സംഭവിച്ചത് എന്ന് വാദിക്കുകയാണ്. ഇനിയും എത്ര സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്നത് എന്താണ്? ഒരേ ഡോക്ടർക്ക്, ബിന്ദു സുന്ദർ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർക്ക് ആവർത്തിച്ച് പിഴവുകൾ വരുന്നു. ഗർഭസ്ഥ ശിശു മരിച്ചു പോകുന്നു. മറ്റൊന്ന്, ഒരു പ്രസവാനന്തരം നടത്തിയ ഒരു ശസ്ത്രക്രിയയിൽ ഒരു യുവതിയുടെ മലദ്വാരത്തിൽ 2 ഇഞ്ചിലധികം വലിപ്പം. അവരുടെ യോനിയിലൂടെ മലമൂത്ര വിസർജനം ചെയ്യുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊരു കൃത്യവിലോപമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ പിഴവ് മാറ്റിവെക്കാം. ഡോക്ടർമാർ പണിമുടക്കിലാണ്. ശമ്പള കുടിശ്ശിക, DA, ശമ്പള വർധനവ്, പുതുതായി ജോയിൻ ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ആവശ്യപ്പെട്ട് ഡോക്ടർമാർ സമരത്തിലാണ്. അവർക്കെതിരെ യസ്മയൊക്കെ പ്രയോഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ PG ഡോക്ടർമാർ, അവർ കൂടുതൽ ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ട, സ്റ്റൈഫൻഡ് വേണമെന്ന് ആവശ്യപ്പെട്ട സമരത്തിലാണ്. അവരെ മന്ത്രി പറഞ്ഞു ഉടനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് സമരം വേണ്ട എന്ന് വെച്ചു. കഴിഞ്ഞ ഏകദേശം 1 മാസമായി തിരുവനന്തപുരത്ത് റിലേ സത്യാഗ്രഹം നടക്കുകയാണ് ഡോക്ടർമാരുടെ, അധ്യാപകരുടെ. മെഡിക്കൽ കോളേജുകൾ OP പ്രവർത്തിക്കുന്നില്ല, ശസ്ത്രക്രിയ നടക്കാതെ ആളുകൾ തിരിച്ചു പോകുന്നു. ഇതൊക്കെ ആരോഗ്യ മേഖലയുടെ വികസനമാണോ എന്ന് ചോദിച്ചാൽ വികസനമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. നിങ്ങളിനി നമ്മൾ അന്തം കമ്മിയാണെന്നോ അല്ലെങ്കിൽ സംഘിയാണെന്നോ കൊങ്ങിയാണെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർക്ക്, ഞാനൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഏറെ ആഗ്രഹിക്കുകയും സർക്കാർ ആശുപത്രിയിൽ തന്നെ കഴിവതും പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് നല്ല ചികിത്സ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണല്ലോ പോകുന്നത്. ഈ പ്രതീക്ഷ ലഭിക്കാതെ വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? പ്രതിഷേധിക്കുന്ന ആളുകളെ പിടികൂടണം. അതൊക്കെ വാസ്തവം തന്നെയാണ്. ഡോക്ടർമാരെ കയ്യേറ്റം ചെയ്യാനൊന്നും നമുക്ക് അവകാശമൊന്നുമില്ല. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് പോകണം. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മന്ത്രി എത്ര റിപ്പോർട്ട് തേടി? ഈ റിപ്പോർട്ടുകളൊക്കെ എവിടെയാണ്? ഈ റിപ്പോർട്ടുകളിൽ മേൽ എന്ത് നടപടിയാണ് എടുത്തത്? ഒരു പിഴവ് വരുത്തി കഴിഞ്ഞാൽ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ ജില്ല മാറി സ്ഥലം മാറ്റം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ എറർ മാറുമോ? ചേർത്ത് നിർത്തി പറയുകയാണ്, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുന്നു, നിങ്ങൾക്ക് എല്ലാ കരുതലും സർക്കാർ തരും എന്ന് പറഞ്ഞാൽ തീരുമോ ഉത്തരവാദിത്തം? ഇത് വിമർശിക്കാനും ഇന്ന അമ്മാവ എന്നെ തല്ലിക്കോ എന്ന് പറഞ്ഞ് വടി കൊടുക്കുകയുമല്ലേ ചെയ്യുന്നത് ആരോഗ്യ വകുപ്പ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് എന്നെ തല്ലിക്കോ അമ്മാവ എന്ന് പറഞ്ഞ് വടി അങ്ങോട്ട് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്.
വലിയ ഉത്തരവാദിത്വമുണ്ട് ഓരോ വകുപ്പിനും. തിരിച്ച് അധികാരത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഓരോ വകുപ്പിനും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു വകുപ്പിനും കഴിയുകയില്ല. അതുകൊണ്ട് ഈ ആരോഗ്യ വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ ഉടനടി നടപടിയാണ് വേണ്ടത്. അല്ലാതെ സിസ്റ്റം എറർ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, സർട്ടിഫിക്കറ്റ് കിട്ടി, അങ്ങനെ മോടിയുള്ള വർത്തമാനങ്ങളും മോടി കൂടി എന്ന് പറയലും അല്ലാതെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലേക്ക് കണ്ണു തുറന്ന് കൃത്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ആരോഗ്യ വകുപ്പിലെ വീഴ്ചകളാകും, ആരോഗ്യ വകുപ്പിനെ കുറിച്ചുള്ള പരാതികളാകും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരെ ആദ്യം പ്രയോഗിക്കുന്ന ആയുധം. പിന്നീട് മറ്റു കാര്യങ്ങൾ വരുള്ളൂ. പ്രതിപക്ഷം ഉന്നയിക്കുന്ന മറ്റു കാര്യങ്ങൾ, പ്രതിപക്ഷം ഉന്നയിക്കുന്നതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് തള്ളാം. പക്ഷേ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് കള്ളമാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അവിടെയാണ് പ്രതിസന്ധി. ആരോഗ്യ വകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത് കനത്ത തിരിച്ചടിയാകും കേരള സർക്കാരിന് സമ്മാനിക്കുക എന്ന് പറഞ്ഞ് പോവുകയാണ്